ശ്രീ രജനസ് ഉണ്ണിത്താൻ, ഈ റിയാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിച്ചു. വീണയുടെ പങ്കാളിയും സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിച്ചു. ഇതാണ് അവസ്ഥ. ഇതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമായി കാണുന്നുണ്ടോ, അതോ കൃത്യമായിട്ട് തന്നെ ഒരു സാമ്പത്തിക കണ്ണികളുടെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡിലേക്ക് എത്തിയതാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ മനസ്സിലാക്കുന്നത്? നോക്കൂ ഡോക്ടർ കിഷോർ, ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് മുഹമ്മദ് റിയാസിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെയാണ് അതിന്റെ പ്രശസ്തിയുള്ളത്. അദ്ദേഹം പറയാണ് രാഷ്ട്രീയ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യ ആയതുകൊണ്ടാണോ എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ അഴിമതികൾ നടന്നത്. ഈ പറയുന്ന ഒരുപാട് കമ്പനികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, IT-യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കമ്പനികളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കമ്പനികൾ അനുഭവിച്ച അല്ലെങ്കിൽ ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണോ ഇത് കേരളത്തിൽ നടന്നത്? എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ് എന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം അത് IT ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ IT-യുമായി ബന്ധപ്പെട്ട് CMRL പോലെയുള്ള കമ്പനിക്ക് സേവനം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ CMRL എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സേവനങ്ങൾ അവിടെ നടന്നിട്ടില്ല. കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു സേവനങ്ങളും കൊടുക്കാതെ ഈ പറയുന്ന 2.78 കോടി രൂപ ഈ കമ്പനി കൈപ്പറ്റുകയാണ്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റുകയാണ്. ഇത് നിയമസഭയ്ക്കകത്ത് മുൻ MLA മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട എന്താണ്, മകളാണ്, അങ്ങനെയൊക്കെയുള്ള. ഇന്ന് മുഹമ്മദ് റിയാസ് എന്ത് പറഞ്ഞു അത് തന്നെയാണ് അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്, ഇങ്ങനെ പേടിപ്പിക്കേണ്ട, മകളാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അപ്പോഴും നമ്മൾ എടുക്കുന്ന കാര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വഴിവിട്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പഴയ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ എന്തെല്ലാം കാര്യങ്ങൾ വഴിവെട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ SFIയുടെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മണി ലോണ്ടറിംഗ് ഉൾപ്പെടെ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ EDയുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്തായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്? CPM പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് CPM DYFIക്കാരും പ്രതിരോധം സൃഷ്ടിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പോൾ ഒരു അന്വേഷണ ഏജൻസി വരുമ്പോൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ? എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കൈവരികയാണ്. പക്ഷെ ഇന്ന് നേരെ മറിച്ച് മുഹമ്മദ് റിയാസിന്റെ ഇത് പറയുന്ന ആളുകൾക്ക് ഇടയിലേക്ക്, അത് മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ അപ്പുറമായി CPM നേതാക്കന്മാരുണ്ട് അതിനകത്ത്. CPM-മായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിലേക്കും അതുപോലെ DYFI-യുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പാർട്ടിയുടെ കൂട്ടുത്തരവാദിത്വം ഇതിനകത്ത് നിൽക്കുക. ഈ പറയുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പണമിടപാട്, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ വീണ്ടും വന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അതൊരു വൈകാരികമായ മുഹൂർത്തത്തിലേക്ക്, അതായത് വൈകാരികത പറഞ്ഞുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതാണ്. ഇതിനകത്ത് പച്ചപരമാർത്ഥമായുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അത് നിയമസഭയ്ക്കകത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലേ. എക്സാലോജിക് കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വേണുഗോപാലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, സ്വപ്ന സുരേഷൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അടിമുടി കളങ്കമായി നിൽക്കുന്ന ഒരു കമ്പനിയായി എക്സാലോജിക്ക് മാറിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്കുമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ഒരു വലിയ ധാർമ്മികത നഷ്ടപ്പെട്ടു പോവുകയാണ്. CPM-നെ പോലെ ഒരു പാർട്ടി ഇന്ന് പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം അവരുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കഥകൾ വരും ദിവസങ്ങളിൽ ഇനിയും വെളിപ്പെടാൻ പോവുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ടല്ലാതെ, ഇന്ന് അദ്ദേഹം പറയണമായിരുന്നു ഇത് രാഷ്ട്രീയപരമായിട്ടല്ലാതെ ഇതിനെ ഈ കേസിനെ നേരിടും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അദ്ദേഹവുമായി ചർച്ചകൾക്ക് പോലും നമുക്ക് വഴിവെടുപ്പ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം അത് രാഷ്ട്രീയപരമായി നേരിടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ക്ലിയർ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ പറയുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിലേക്ക്, ഈ പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെ രീതിയിലേക്ക് അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ശരി.